ഹായ് കുട്ടികളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് INC ആണ്. INCയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ ടോപ്പിക്കാണ് INC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് INCയുടെ കുറച്ച് ഒരു 10-15 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 1. സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ആനി ബസന്റ്, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ആരാണ് തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് അല്ലാത്ത നേതാവ്? തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് അല്ലാത്ത നേതാവ് ആരാണ്? എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി ബാലഗംഗാധര തിലക്, സി ബിപിൻ ചന്ദ്രപാൽ, ഡി ലാല ലജ്പത് റായ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസ് നേതാക്കൾ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം? എ സൂററ്റ്, ബി ലാഹോർ, സി അടയാർ, ഡി കറാച്ചി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? എ ആഗ്ര, ബി കൊൽക്കത്ത, സി ലാഹോർ, ഡി ലക്നൗ. ഇത് ആഗ്ര സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം, ലാഹോർ സമ്മേളനം, ലക്നൗ സമ്മേളനം, അങ്ങനെ വായിക്കണേ. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1916, ഓപ്ഷൻ ബി 1925, ഓപ്ഷൻ സി 1917, ഓപ്ഷൻ ഡി 1907. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശ വനിതയാരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി സോണിയ ഗാന്ധി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ശങ്കരൻ നായർ, ഓപ്ഷൻ ബി ബാനർജി, ഓപ്ഷൻ സി പട്ടാഭി സീതാരാമയ്യ, ഓപ്ഷൻ ഡി പി അനന്ത ചാർലു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ്? ഓപ്ഷൻ എ ജോർജ് യൂൾ, ഓപ്ഷൻ ബി വില്യം വെഡർബേൺ, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി WC ബാനർജി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, യാചകരുടെ സംഘടന എന്ന കോൺഗ്രസ് സമ്മേളനത്തെ വിളിച്ചത്? യാചകരുടെ സംഘടന എന്ന കോൺഗ്രസ് സമ്മേളനത്തെ വിളിച്ചത് ആര്? ഓപ്ഷൻ എ BG തിലക്, ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി അശ്വനി കുമാർ ദത്ത, ഓപ്ഷൻ സി അരബിന്ദ് ഘോഷ്, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. പത്താമത്തെ ക്വസ്റ്റ്യൻ, INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാണ്? INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റായ ഏക വ്യക്തി? ഓപ്ഷൻ എ MA അൻസാരി, ഓപ്ഷൻ ബി ഹക്കീം അജ്മൽ ഖാൻ, ഓപ്ഷൻ സി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. 11ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ക്ലമന്റ് ആറ്റ്ലി, ഓപ്ഷൻ ബി ലാല ലജ്പത് റായ്, ഓപ്ഷൻ സി ഡഫറിൻ പ്രഭു, ഓപ്ഷൻ ഡി വിൻസ്റ്റൺ ചർച്ചിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? INCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി ജോർജ് യൂൾ, ഓപ്ഷൻ സി WC ബാനർജി, ഓപ്ഷൻ ഡി AO ഹ്യൂം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി കൊൽക്കത്ത. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ G സുബ്രഹ്മണ്യ അയ്യർ, ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ സി ചേറ്റു ശങ്കരൻ നായർ, ഓപ്ഷൻ ഡി അനന്ത ചാർലു. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നാണ്? ഓപ്ഷൻ എ നാഷണൽ യൂണിയൻ, ഓപ്ഷൻ ബി നാഷണൽ ലീഗ്, ഓപ്ഷൻ സി ഇന്ത്യൻ നാഷണൽ ലീഗ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 15 ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞ് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാം. ഓപ്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. 1. സ്റ്റാമ്പിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്നാണ്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ആരാണ് തീവ്രവാദത്തിൻ്റെ വക്താവ് അല്ലാത്ത നേതാവ് ആരാണ്? തീവ്രവാദത്തിൻ്റെ വക്താവ് അല്ലാത്ത നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ലാൽ ബാൽപാൽ എന്ന് പറയുന്നത് ഇവർ തീവ്രവാദ സംഘടനത്തിൻ്റെ വക്താക്കളാണ്. അതിൽ വാദത്തിൻ്റെ വക്താവ് അല്ലാത്തത് ഗോപാലകൃഷ്ണ ഗോഖലെ മാത്രമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസ് നേതാക്കൾ മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നാണ്? ഓപ്ഷൻ എ ആണ്. സൂററ്റ് സമ്മേളനത്തിലാണ് അവർ പിരിഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? അത് ഓപ്ഷൻ ഡി, ലക്നൗ സമ്മേളനം. ലക്കിൽ കണ്ടുമുട്ടിയെന്ന് ഓർത്തിരുന്നാൽ മതി, അപ്പോൾ തെറ്റില്ല. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ, 1916 കോൺഗ്രസ് സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശി വനിത ആരാണ്? ഓപ്ഷൻ ബി, ആനി ബസൻ്റാണ് ആദ്യ വിദേശ വനിത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, പി അനന്ത ചാർലു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശി ആരാണ്? ഓപ്ഷൻ ബി ആണ്, വില്യം വെഡർബേൺ. യാചകരുടെ സംഘടന എന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ വിളിച്ചതാരാണ്? യാചകരുടെ സംഘടന എന്ന കോൺഗ്രസ് സമ്മേളനം വിളിച്ചത് അരവിന്ദ ഘോഷാണ്. ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, INC-യുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തി ആരാണ്? ഓപ്ഷൻ എ, MA അൻസാരിയാണ് ശരിയായ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാരാണ്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ച ഓപ്ഷൻ സി, ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഓപ്ഷൻ ഡി, AO ഹ്യൂം ആണ് ശരിയായ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബോംബെയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണെന്നാണ്? ഓപ്ഷൻ ബി, GP പിള്ളയാണ്. ഓപ്ഷൻ ബി, GP പിള്ളയാണ് ശരിയായ ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര്? ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. പിന്നീട് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറിയത്. 15 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തന്നിരുന്നത്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടാകും. ഇനി അഥവാ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ INC-യുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത് വരുന്ന റിവിഷനുകളിൽ ഉൾപ്പെടുത്താം. ഒറ്റയടിക്കാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കാണുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് മറ്റു കുട്ടികളും നന്നായിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി അവർക്കുണ്ടാകട്ടെ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ, എക്സാമൊക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.